പക്ഷെ അവർ അവരുടെ ഡിഫറൻസ് എന്താ? അവരൊന്നും കൂടെ അതിനെ ഡീറ്റെയിൽ ചെയ്ത് ഡെപ്ത് ചെയ്ത് അതിന് നന്നായിട്ട് യൂസ് ചെയ്തു അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചു. സോ അതുകൊണ്ട് ഒരാൾ ഡോക്ടർ ആവാൻ, ഒരു എക്സാം ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ ആവാൻ എന്നല്ല ഇവ കാണുന്നത്. ഞാൻ മുമ്പ് ഈ സമയത്ത് ഒരു കുട്ടിയോട് പറഞ്ഞത് ഫുൾ എ പ്ലസ് പ്ലസ് ടു ഫുൾ എ പ്ലസ് കിട്ടാൻ കഴിയുന്നത്. നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടീച്ചർ ആവാൻ നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ടീച്ചർ ഏത് സബ്ജക്റ്റിനെ ഇപ്പോഴേ ഫിക്സ് ചെയ്തേക്കണം. എന്നാലല്ലേ നമ്മൾ നന്നായിട്ട് പഠിക്കുള്ളൂ. അല്ലാതെ കിട്ടട്ടെ അപ്പൊ നോക്കാം. ആ ഒരു രീതിയിലേക്ക് എന്റെ മക്കൾ ആദ്യമേ മാറരുത്. നമ്മൾ ആദ്യം തന്നെ ആലോചിച്ച് നോക്കാം ഏതിലേക്ക് വരണം. അത് കേൾക്കുമ്പോൾ എന്റെ മക്കളുടെ മനസ്സിൽ അടുത്ത പ്രശ്നം വരും. സാറേ നാട്ടുകാരൊക്കെ പറഞ്ഞു സ്കില്ല് വേണം. വീട്ടുകാർ പറഞ്ഞു നിന്റെ ഒരു സ്കില്ലുണ്ട്, നീ അത് തിരിച്ചറിയണം. എന്താ സ്കില്ല്? സ്കില്ല് തിരിച്ചറിയാത്തതിലുള്ള പേടി ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ളിരിക്കുകയാണ്. സത്യത്തിൽ ഞാൻ 10 പഠിച്ചത് എനിക്കാ പേടിയായിരുന്നു. എല്ലാ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയാലും എല്ലാവരും പറഞ്ഞ കാര്യമാണ് സ്കില്ല് തിരിച്ചറിയണം. യു ഷുഡ് ഫൈറ്റ് ഔട്ട് യുവർ സ്കിൽ. അതോടുകൂടെ നിങ്ങൾ സക്സസ് ആവും. ഞാൻ പേടിക്കുന്ന കാര്യം പഠിച്ചോടെ സ്കില്ല് പേടിക്കുന്നു. 10 കഴിഞ്ഞ ആളുകളാണത്. സോ 10 കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ളത് ഓപ്ഷൻസ് 3. ഇതിൽ സയൻസ് ടഫാന്ന് കേട്ടിട്ട് മക്കള്, സയൻസ് ടഫാണ് എന്ന് കേട്ട മക്കളെ വേണ്ടി കൈ പൊട്ടിച്ചോണ്ട് നമ്മൾ ആരും ഒന്നും പറയില്ല. സത്യം നിങ്ങളുടെ വീട്ടിൽ സൈഡിൽ എഴുതിയാൽ ഒന്നും നിങ്ങൾ ആരും ഒന്നും പറയില്ല. അതിന്റെ ഗ്യാരണ്ടിയാണ്. ഇവർക്ക് ഇറങ്ങോളട്ടോ പുറത്ത് കിട്ടിയ ശേഷം ഞാനില്ലേ ഒത്തിരി പേർക്ക് അറിയാം സയൻസ് ടഫാണ്. ഇതിൽ സയൻസ് സെലക്ട് ചെയ്തിട്ട് വീട്ടിൽ മരണക്കിണർ കേട്ടിട്ടില്ല? നമ്മളെ ഏതെങ്കിലും എക്സിബിഷന് പോയാൽ കാണാൻ പറയുന്നത് മരണക്കിണറിന് വണ്ടി ഓടിക്കുന്ന കണ്ടാൽ നമുക്ക് പേടിയാവും ഇല്ലേ? എന്തുകൊണ്ടാ ചൂസ് ചെയ്തത് മക്കളെ? സയൻസ് ടഫാന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരൊറ്റ റീസണേ ഉള്ളൂ. നിങ്ങൾക്ക് അതേ സമയം തന്നെ അറിയാവുന്ന അല്ലെങ്കിൽ മനസ്സിലായ കാര്യമാണ് അതിന് ഒരുപാട് സ്കോപ്പ് കിട്ടുന്ന ഒരൊറ്റ കാര്യം. അപ്പൊ നമ്മൾ പച്ച മലയാളത്തിൽ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്തായാലും ഞാൻ +1 പെടും, ഞാൻ നന്നായിട്ട് പെട്ടേക്കാം. അതാണ് തെറ്റെടുത്ത കാര്യം. എന്തായാലും +2 ഞാൻ പെടും, അല്ലെങ്കിൽ ഡിഗ്രി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പെടുന്നു, എന്തായാലും പെടുകയാണല്ലോ. ആ ഉഷാറായി